നല്ല പടം, നല്ല പടം. ഒരു കോമഡി സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ശരിക്കുണ്ട് പടം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പടം എങ്ങനെയുണ്ട്? സൂപ്പർ പടം, പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? കോമഡി നല്ല പടം. സീരിയൽസൊക്കെ നമ്മൾ കുറേ നാൾ മിസ്സായിട്ടുള്ള കോമഡീസൊക്കെ ഭയങ്കരമായിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ളത് സീരിയൽസിൻ്റെ കാണാനാണ് അടിപൊളി. എല്ലാവർക്കും ഫസ്റ്റായിട്ട് വായിച്ചാൽ ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു സിനിമ. എല്ലാവർക്കും കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന തമാശകളും അതുപോലെ തന്നെ ഇമോഷൻസും എല്ലാം ഉള്ള നല്ല സിനിമ. പ്രേക്ഷകരോടുകൂടെ കണ്ടപ്പം വളരെ സന്തോഷം. കാരണം അവരുടെ കയ്യടികൾ നമുക്ക് അതുപോലെ എന്താ പറയുക പുതിയ സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനം നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യുക. എക്സ്പീരിയൻസ് ഈ പടത്തില് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ അതായത് എനിക്ക് മറ്റുള്ള മെയിൻ സീനിയർ ആക്ടേഴ്സും കൂടെ കോമ്പിനേഷൻ ഇല്ല, പക്ഷേ അവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓഫ് സ്ക്രീൻ വേറെ എന്തെങ്കിലും പറയാനുണ്ട്? ഡയറക്ടറിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? ചേട്ടാ, സൂക്ഷ്മദർശിനിക്ക് ശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമല്ലായിരുന്നു അത്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു ചേട്ടന് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം? ഇതിലൊരു മെയിൻ ക്രക്സ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, ഒരു മെയിൻ എലമെന്റ് വർക്ക് ചെയ്തിരിക്കുന്ന കഥാപാത്രം. ഒരു അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചെയ്യുന്നതിൽ സന്തോഷം. നല്ലൊരു ഹിറ്റാവട്ടെ. ഓക്കെ, ശരി. എല്ലാവരും പോയി കാണണം. ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള കുറേ നാളുകൾക്ക് നല്ലൊരു സിനിമ ചിരിക്കാനുള്ള ഫാമിലി ആയിട്ടുള്ളത് എല്ലാവരും ചേച്ചിയുടെ റൊമാൻസിനെ പറ്റി എല്ലാവരും പറഞ്ഞ് ചിരിക്കുന്നതായിട്ട് മനസ്സിൽ പറയും. കണ്ണുകൾക്ക് പ്രണയത്തിൽ സന്തോഷമായി. ദേവൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ കുറച്ച് അധികം കാലം വെയിറ്റ് ചെയ്തിട്ട് എന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതാ ഇതൊരു കൂട്ടം തീരന്മാരുണ്ട് ഇതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ടാകും.
ഫീലിംഗ് ആണ്. ഓ അതെ 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 അത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. ഈ സീനിയേഴ്സിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓ ഭയങ്കര കിടലാണ്. ഞാനത് ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സീനിയേഴ്സ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മളിതാണ് ചെറുപ്പമാണ്. ഫിലിമാണ് പ്രേക്ഷകർ ഇനി അതുകൊണ്ട് ഏറ്റെടുക്കാൻ അബ്സല്യൂട്ട് എൻ്റർടൈൻമെൻറ്റ്. മാസ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ പലരും കേൾക്കും. അതിനൊക്കെ പുറത്ത് നമുക്ക് ഭയങ്കര ഹൃദയസ്പർശമായ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. നമ്മുടെ പ്രൊമോഷനൊക്കെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സിനും വേറെ അവതരിക്കലാണ്. ഓരോരുത്തരും എടുത്തു പറയാൻ ഇത്രയും പേര് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തു. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെൻറ്റ്സ്. നമ്മുടെ മനസ്സുകൊണ്ടും സന്തോഷിക്കുകയും ചെയ്യും. അതേസമയം ഒരുപാട് വ്യത്യാസപരമായ ചരിത്ര നിമിഷങ്ങളുണ്ട്. അതായത് ആ നിഷ്കളങ്കത, ഇന്നസെൻസ് ഓഫ് ആ ഗ്രാമത്തിലുള്ള കഥാപാത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ദേവദത്ത്, ലക്ഷ്മി, ഗണേഷ്, ഹോൾ ടീം സുധീഷന്റെ പെർഫോമൻസ് നമ്മൾ പ്രൊമോഷനൊക്കെ പറഞ്ഞിട്ടത് എന്താ പറഞ്ഞത് എക്സ്ട്രോട്ട്. അതായത് ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മൾ കാണുന്നത്. എല്ലാവരും എവറിബഡി, മനോജ്, രവിചേട്ടൻ, അശോകേട്ടൻ, രാജേഷ്, ശ്രുതി, ലീഡ് ആർട്ടിസ്റ്റ്. പ്രേക്ഷകർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ പ്രാർത്ഥന. കണ്ട പ്രേക്ഷകർ വരുന്ന സീനിയേഴ്സ് ആറാടിയെന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും അത് ആ എഴുത്തിൻ്റെ പവറാണ്. ഡയറക്ടേഴ്സും റൈറ്റേഴ്സും അത് കൺസീവ് ചെയ്യുന്നതാണല്ലോ ആക്ടേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കൊരു വലിയ ഹാൻഡ്സ്. ഇത്തരം അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് എല്ലാ ആക്ടേഴ്സിനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എല്ലാവരും വ്യത്യസ്തമായിട്ട് കൊള്ളാട്ടോ, അടിപൊളി. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. നിങ്ങൾ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? ആദ്യം വിചാരിച്ച ചെയ്യുകളെല്ലാം തന്നെ കിട്ടി. ഹാപ്പിയാണ്. ബാക്കി ഇനി എല്ലാം നന്നായിട്ട് തന്നെ വരട്ടെ. സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എല്ലാ ഓവറോളിനുള്ളൊരു അഭിപ്രായം ഒന്നും അറിയില്ല. എന്ത് വിചാരിക്കും? അല്ല, എല്ലാം ഇനി ഒരു അടുത്ത ഷോയും കൂടെ ഒക്കെ കഴിയുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര റിയലായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയുള്ളൂ. സോഫാർ എന്തായാലും ഹാപ്പിയാണ്. ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ, സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വിഷമം സിനിമ കണ്ടതിന് ശേഷം പിന്നെ എനിക്കത് വിഷമം ഉണ്ടായിരുന്നല്ലേ മുന്നേ. ഞാൻ മുന്നേ ഹാപ്പി ആയിരുന്നു. കാരണം ഇവരെല്ലാം ഒരു തലമുറയുടെ നായകന്മാരാണല്ലോ അവരെല്ലാം. എനിക്കതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ക്യാരക്ടേഴ്സൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് സിനിമകൾ ഇപ്പോൾ ചെയ്തു. റോന്തിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഇതിലും ടോട്ടലി എൻ്റെ തന്നെ ലുക്കിലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടി. അതിന് ദൈവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാവർക്കും തിയേറ്ററിൽ വന്ന സിനിമ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഡേ 1 ഞങ്ങളോട് സ്റ്റോറി ദേവൻ പറഞ്ഞ് അതേ രീതിയിൽ അത്രയും ഫൺ ആൻഡ് ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് ദേവൻ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് വിശ്വാസം. താങ്ക് യു. ഇൻക്രെഡിബിൾ പെർഫോമൻസസ്, ആക്ടേഴ്സ് എല്ലാവരും. ഞങ്ങളെല്ലാം ഷൂട്ടിംഗ് സമയത്ത് ചില സീൻസ് കാണും, ചിലത് ഡബിങ് സമയത്ത് ചിലത് ഫുൾ പടമായിട്ട് കാണില്ല. എനിക്ക് എസ്പെഷ്യലി എൻ്റെ എപ്പിസോഡ്സൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ